Hi friends, welcome to Jalsa creation. അപ്പോൾ ഇത് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അരട്ടിപ്പൊടി ബിരിയാണിയുടെ റെസിപ്പിയാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ട് നമ്മുടെ റേഷൻ കടയിലെ വെള്ള അരി വെച്ചിട്ടാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇത് അതിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ കുറച്ച് വെള്ളം വെച്ചൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം അതിലോട്ട് ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലോട്ട് ഒരു ബേ ലീഫിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം അരി ഇട്ടിട്ട് വാർത്ത് കളയുക ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഇതിലോട്ട് ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരികൾ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് റേഷൻ കടയിലെ വെള്ള അരിയാണ്. മിക്ക ആളുകൾക്കും ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ബിരിയാണി ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ട്, അപ്പോൾ അധികം വേവ്, ഒരു 3/4 വേവ് ആവാൻ പാടുള്ളൂ. ആ ടൈമിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഈ ഊറ്റിയെടുക്കണം. റൈസ് ഇവിടെ 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കേണ്ട. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഇരുന്നിട്ട് കുഴഞ്ഞു പോവും. അപ്പം നമ്മൾ വീണ്ടും ഒരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ഓയിൽ, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഓയിലിൻ്റെയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അങ്ങനെ വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതിലോട്ട് ഒരു വലിയ സവാളയാണ് 2 കട്ട് ചെയ്യുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ചധികം 2 കിലോ റൈസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 2 സവാള ചേർത്തിട്ടുള്ളത്. ഇനി 1 കിലോനൊക്കെ ആയിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു സവാള തന്നെ മതി കേട്ടോ. ഇനി നമ്മൾ സവാള നന്നായിട്ട് വഴന്നു വന്ന ടൈമിൽ ഇതിലോട്ട് 2-3 തക്കാളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലോട്ട് മസാലപ്പൊടികൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേവിക്കുന്ന അതേ ടെക്സ്ചറിൽ മസാലകൾ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ബീഫ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഇതിലോട്ട് ചേർത്താലാട്ടോ പ്രത്യേകം നല്ലൊരു പുളി ഉള്ളതാണ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരി വേവിച്ച് വെച്ച ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബീഫ് റോസ്റ്റും റൈസും ഒക്കെ ചോറും ഒക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ടൊരു കറി വേണം, ഉപ്പേരി വേണം, അങ്ങനെ ഒരുപാട് പണിയെടുക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ടും ചെയ്യും, ഒരൊറ്റ അടിക്ക് എല്ലാം തീരും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊത്തിന് മഞ്ഞൾ കലക്കി ഒഴിക്കുന്നുണ്ട്, അത് വേണച്ച് മതി, നിർബന്ധമില്ല. പിന്നെ ഈ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കനൽ വെച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കനലിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഗ്യാസിലാണ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ വെയിറ്റ് ഒന്നും ഇങ്ങനെ കനലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിന്ന് കറക്റ്റ് നന്നായി കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സിങ് ഭാഗമൊക്കെ വിട്ടുപോയിട്ടോ. നന്നായി അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ്.